4 വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത പാലക്കാട് പനയമ്പാടം വളവിൽ അപകട സാധ്യതാ മുന്നറിയിപ്പ് നൽകിയ റിപ്പോർട്ടുകൾ ദേശീയപാത അതോറിറ്റി അവഗണിച്ചു. IIT നാറ്റ്പാക് റിപ്പോർട്ടുകളിലെ ശുപാർശകൾ നടപ്പാക്കിയിട്ടില്ല. റോഡിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് കരാറുകാർ കേന്ദ്ര സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. കുരുതിക്കളമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ നിരത്തുകൾ. സംസ്ഥാനത്ത് 4592 ബ്ലാക്ക് സ്പോട്ടുകൾ. ഈ വർഷം ഒക്ടോബർ വരെ കേരളത്തിലെ റോഡ് അപകട മരണത്തിന്റെ കണക്ക് 3168 മോട്ടോർ വാഹന വകുപ്പിന്റെ അഭ്യർത്ഥന പ്രകാരം പനയമ്പാടം റോഡിനെ കുറിച്ച് പഠിച്ച പാലക്കാട് IITയുടെ റിപ്പോർട്ട് ഇങ്ങനെ: ഓവർടേക്കിനോ വാഹനങ്ങൾ തമ്മിലുള്ള അകലം പാലിക്കാനോ ഇവിടെ സാധ്യമല്ല. റോഡ് ചെരിഞ്ഞ് ഉയരത്തിലാണ്. തെന്നൽ പ്രതിരോധ ശേഷി കുറവ്. 30 കിലോമീറ്ററാക്കി വേഗപരിധി നിയന്ത്രിക്കണമെന്നും നിർദ്ദേശമുണ്ട്. റോഡ് നവീകരണത്തിന്റെ സമയത്ത് തന്നെ ലഭിച്ച ഈ റിപ്പോർട്ടിൽ ഫലപ്രദമായ ഒരു നടപടിയും കൈക്കൊണ്ടില്ല. നാറ്റ്പാക് റിപ്പോർട്ടുകളും അവഗണിച്ചു. മഴവെള്ളമൊഴുക്കാൻ ഡ്രെയിനേജ് ഇല്ല, ക്യാമറകൾ സ്ഥാപിച്ചില്ല. കരാറുകാരുടെ മറുപടി കേന്ദ്രം വിശ്വസിച്ചു. മുൻകരുതലായി കൊടുത്ത റിപ്പോർട്ടിലെ വിവരങ്ങളെല്ലാം കടലാസിൽ മാത്രം ഒതുങ്ങി. പനയമ്പാടത്തെ ദേശീയപാത ഇന്ന് സമരമുഖമായി മാറി. യൂത്ത് ലീഗിന്റെ റോഡ് ഉപരോധിച്ചുള്ള സമരം നടന്നു. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ നിരാഹാര സത്യാഗ്രഹവും ആരംഭിച്ചു. അപാകതകളിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഉപരോധം. സുരക്ഷാ ഓഡിറ്റിംഗ് പോലും വൈകുന്നതിൽ പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കോങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസിന്റെ നിരാഹാര സത്യാഗ്രഹം. രാവിലെ നടക്കുമെന്നറിയിച്ച സംയുക്ത സുരക്ഷാ ഓഡിറ്റിംഗ് വൈകുന്നേരത്തേക്ക് മാറ്റി. മന്ത്രി ഗണേഷ് കുമാറിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് സമയമാറ്റമെന്നറിയുന്നു. 24 പാലക്കാട്.